അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ വൽഹംദുലില്ലാ അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അൽഫായിസീന ബിരുത്തല്ലാ അമ്മാ ബഅദ്. അള്ളാഹുവേ, ഞങ്ങളുടെ ജീവിതത്തിലെ എല്ലാ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ദുരിതങ്ങളും നീ മാറ്റിത്തന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ നല്ല ഐശ്വര്യവും ബറക്കത്തും റഹ്മത്തും സന്തോഷവും സമാധാനവും നീ നൽകണേ റബ്ബേ. ദുആ ചെയ്യാൻ വേണ്ടി ഒരുപാട് ആളുകൾ പ്രത്യേകം വസിയത്ത് ചെയ്തിട്ടുണ്ട്. അള്ളാഹുവേ, അവരുടെയും ഞങ്ങളുടെയും എല്ലാ നല്ല ഹലാലായ മുറാദുകളും നീ ഹാസിലാക്കി തരണേ റബ്ബേ. ഞങ്ങളെയും ഞങ്ങളുടെ മാതാപിതാക്കളെയും ഞങ്ങളുടെ കുടുംബത്തെയും എല്ലാവരെയും നീ ഇരുലോക വിജയം നൽകി അനുഗ്രഹിക്ക് റബ്ബേ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഒരുപാട് ആളുകൾ അവരുടെ ജീവിതത്തിൽ രോഗങ്ങൾ കൊണ്ടും കടങ്ങൾ കൊണ്ടും സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കൊണ്ടും മാനസിക പ്രശ്നങ്ങൾ കൊണ്ടും ഒക്കെ വലിയ ബുദ്ധിമുട്ടും പ്രയാസവും അനുഭവിച്ച് അവരൊക്കെയും വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യാറുണ്ട്. ഉസ്താദെ, ഇതിനൊക്കെ എന്തെങ്കിലും പരിഹാര മാർഗമുണ്ടോ? എന്തെങ്കിലും സൂറത്തുകളോ ദിക്റുകളോ സ്വലാത്തുകളോ ദുആകളോ ഉണ്ടോ എന്ന് ചോദിച്ച് ഒരുപാട് ആളുകൾ കമൻറ്റ് ചെയ്യാറുണ്ട്. അങ്ങനെ ജീവിതത്തിൽ ബുദ്ധിമുട്ടും പ്രയാസവും അനുഭവിക്കുന്ന ആളുകൾക്ക് അതിൽ നിന്നും രക്ഷ ലഭിക്കുവാൻ വേണ്ടിയിട്ട് സുബ്ഹിക്ക് ശേഷം ചൊല്ലേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അപ്പോൾ നിങ്ങളോട് ആദ്യമായിട്ട് ഞാൻ പറയുന്നത്, എല്ലാവരും എല്ലാ ദിവസവും സുബ്ഹി ഖളാ ആതെ നിസ്കരിക്കണം. മാത്രമല്ല എല്ലാ 5 വക്ത് നിസ്കാരവും നമ്മൾ ഖളാ ആതെ നിസ്കരിക്കണം. അല്ലാതെ നമ്മുടെ ആവശ്യങ്ങൾ നിറവേറിക്കിട്ടുവാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് ഖുർആൻ ഓതിയിട്ടോ ദിക്റ് ചൊല്ലിയിട്ടോ സ്വലാത്ത് ചൊല്ലിയിട്ടോ ദുആ ചെയ്തിട്ടോ ഒരു കാര്യവുമില്ല. നമ്മുടെ ആവശ്യങ്ങളൊക്കെ നിറവേറിക്കിട്ടണമെങ്കിൽ, നമ്മുടെ ദുആകളൊക്കെ അള്ളാഹു സ്വീകരിക്കണമെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എല്ലാ വക്തും ഖളാ ആതെ നിസ്കരിക്കണം. ഞാൻ ഈ പറഞ്ഞു തരുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ സുബ്ഹി ഖളാ ആതെ നിസ്കരിച്ചിട്ട് വേണം ചെയ്യാൻ. അല്ലാതെ സുബ്ഹി ഖളാ ആയി നിസ്കരിച്ചുകൊണ്ട് ഈ കാര്യങ്ങളൊന്നും ചെയ്തിട്ട് അതിന് ഫലം കിട്ടുകയില്ല. കാരണം വക്തിൻ്റെ ആദ്യ സമയത്ത് നിസ്കരിക്കുന്നതാണ് അല്ലാഹു സുബ്ഹാനഹു തആലക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം. അപ്പോൾ സുബ്ഹിക്ക് എല്ലാവരും നേരത്തെ എണീക്കുക, സുബ്ഹി ഖളാ ആതെ നിസ്കരിക്കുക. അതുകൊണ്ടൊക്കെയും നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് ഗുണങ്ങൾ നമുക്ക് ലഭിക്കുന്നുണ്ട്. അതായത് ഒരു മനുഷ്യൻ സുബ്ഹിക്ക് എണീറ്റ് കഴിഞ്ഞാൽ ആ മനുഷ്യൻ്റെ ആ ദിവസത്തിലുള്ള എല്ലാ കാര്യങ്ങളിലും ബറക്കത്തുണ്ടാകും. അവൻ ഉദ്ദേശിച്ചതുപോലെ അവൻ്റെ എല്ലാ കാര്യങ്ങളും ആ ദിവസം നടന്നിരിക്കും. കാരണം അല്ലാഹു സുബ്ഹാനഹു തആലക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു കാര്യമാണ് സുബ്ഹിക്ക് എണീറ്റ് സുബ്ഹി ഖളാ ആതെ നിസ്കരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഒരു ദിവസം ഇങ്ങനെ ചെയ്തു നോക്കൂ. സുബ്ഹിക്ക് നേരത്തെ എണീറ്റ് സുബ്ഹിയൊക്കെ ഖളാ ആതെ നിസ്കരിച്ച് അതിനുശേഷമുള്ള ദിക്റുകളും ദുആകളും സ്വലാത്തുകളുമെല്ലാം ചൊല്ലിയതിന് ശേഷം നിങ്ങൾ ചായയൊക്കെ കുടിച്ച് നിങ്ങൾ ആ ദിവസം ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം നിങ്ങൾ നേരത്തെ തന്നെ ഒന്ന് ചെയ്തു നോക്കൂ. അങ്ങനെ നിങ്ങൾ ചെയ്താൽ ആ ദിവസം നിങ്ങൾ ചെയ്യാനിരിക്കുന്ന എല്ലാ കാര്യങ്ങളിലും ബറക്കത്ത് ഉണ്ടാകുകയും മാത്രമല്ല ആ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് ചെയ്തു തീർക്കാൻ കഴിയുകയും ആ ദിവസം ഒരുപാട് സമയം വീണ്ടും നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാൻ ബാക്കിയായി കിട്ടുകയും ചെയ്യും. ഇനി അഥവാ നിങ്ങൾ അതിനുശേഷം ഒരു പണിയും ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ കുട്ടികളോടൊത്ത് നിങ്ങളുടെ കുടുംബത്തോടൊത്ത് ചെലവഴിക്കാൻ ഒരുപാട് സമയം ഉണ്ടാവുകയും ചെയ്യും. അല്ലാതെ നിങ്ങൾ സുബ്ഹി നിസ്കരിക്കാതെ 9 മണിക്കോ 10 മണിക്കോ എണീറ്റ് നിങ്ങളുടെ ജോലികളോ അല്ലെങ്കിൽ മറ്റുള്ള എന്തെങ്കിലും കാര്യങ്ങളോ നിങ്ങൾ ചെയ്താൽ അതിൽ ബറക്കത്ത് ഉണ്ടാവുകയും ചെയ്യൂല. മാത്രമല്ല ആ ദിവസം നിങ്ങൾക്ക് പെട്ടെന്ന് തീർന്നതുപോലെ തോന്നുകയും നിങ്ങൾ ആ ദിവസം കിടന്നുറങ്ങാൻ ഒരുപാട് വൈകിയുമായിരിക്കും നിങ്ങൾ കിടന്നുറങ്ങുക. എന്നാൽ ചില ആളുകളുണ്ട്, സുബ്ഹിക്കൊക്കെ എണീക്കും, എന്നിട്ട് സുബ്ഹി ഖളാ ആതെ നിസ്കരിക്കുകയൊക്കെ ചെയ്യും. എന്നാൽ അതേപോലെ അവിടെ തന്നെ കിടന്നങ്ങ് ഉറങ്ങുകയും ചെയ്യും. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക. സുബ്ഹിക്ക് ശേഷം നമ്മൾ ഒരു കാരണവശാലും കിടന്നുറങ്ങരുത്. കാരണം അത് നമ്മുടെ ജീവിതത്തിൽ വലിയ ആപത്തുണ്ടാക്കുന്ന ഒരു കാര്യമാണ്, ദാരിദ്ര്യം അധികരിപ്പിക്കുന്ന ഒരു കാര്യമാണ്.
ഇനി അഥവാ നിങ്ങൾക്ക് ലീവുള്ള ദിവസമാണെങ്കിൽ, അല്ലെങ്കിൽ ജോലിയൊന്നുമില്ലാത്ത, ജോലിക്കുമൊന്നും പോകാത്ത ആളുകളാണെങ്കിലും നിങ്ങൾ ഒരിക്കലും സുബഹി നിസ്കരിച്ച് നിങ്ങൾ കിടന്നുറങ്ങരുത്. ശൈത്താൻ ഏറ്റവും കൂടുതൽ നമ്മെ സുഖിപ്പിച്ച് ഉറക്കാൻ ശ്രമിക്കുന്ന ഒരു സമയമാണ് സുബഹി സമയം. കാരണം അല്ലാഹു സുബ്ഹാനഹു തആല ഏറ്റവും ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ അതിൽ നിന്നും നമ്മെ പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുന്ന ആളാണ് ശൈത്താൻ. അതാണ് നമുക്ക് സുബഹി സമയത്ത് പുതപ്പ് മൂടിപ്പുതച്ച് കിടന്നുറങ്ങാൻ വലിയ സുഖം കിട്ടാൻ കാരണം. അത് ശൈത്താൻ നമ്മെ പിഴപ്പിക്കുകയാണ്. നിങ്ങൾ എണീക്കേണ്ടത് ഏറ്റവും നല്ലത് സുബഹി ബാങ്ക് കൊടുക്കുന്നതിൻ്റെ അല്പം മുമ്പായിട്ട് എണീറ്റ് തഹജ്ജുദ് 2 റക്അത്ത് നിസ്കരിച്ചതിന് ശേഷം സുബഹി നിസ്കരിക്കുക. എന്നതിൻ്റെ ശേഷം നിങ്ങൾ ഒന്നും ചെയ്യാതെ ആ നിസ്കാരപ്പായിൽ അതേ ഇരിപ്പിൽ ഇരുന്നാൽ തന്നെ നിങ്ങൾക്ക് വലിയ രീതിയിൽ കൂലി അല്ലാഹു സുബ്ഹാനഹു തആല നിങ്ങൾക്ക് നൽകുന്നതാണ്. അപ്പോൾ ഖുർആൻ ഓതാതെയും ദിക്റ് ചെല്ലാതെയും സലാത്ത് ചെല്ലാതെയും ഒന്നും ചെല്ലാതെ നമ്മൾ ആ നിസ്കാരപ്പായിൽ അങ്ങ് ഇരുന്നാൽ മതി. നമുക്ക് വലിയ രീതിയിൽ അല്ലാഹു സുബ്ഹാനഹു തആല നമുക്ക് വെറുതെ കൂലി തരുന്നതാണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ ഇന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് സുബഹിക്ക് ശേഷം നമ്മൾ ചൊല്ലേണ്ട ചില ദിക്റുകളും അതുപോലെ ചില സൂറത്തുകളുമാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അത് നമുക്ക് ദുനിയാവിലും അതുപോലെ തന്നെ ആഖിറത്തിലും വലിയ രീതിയിൽ നമുക്ക് ഗുണം ചെയ്യുന്ന കാര്യങ്ങളാണ്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമുക്ക് ദുനിയാവ് മാത്രം പോരാ, നമുക്ക് ആഖിറവും വേണം. നമുക്ക് പ്രധാനമായിട്ടും വേണ്ടത് ആഖിറമാണ്. അല്ലാതെ ദുനിയാവിൽ നമ്മുടെ ജീവിതം കുറച്ച് സമയങ്ങൾ മാത്രമേ ഉള്ളൂ. നമുക്ക് തന്നെ അറിയാവുന്ന ഒരു കാര്യമല്ലേ, എത്ര പെട്ടെന്നാണ് വർഷങ്ങൾ കടന്നു പോകുന്നത്. അതുകൊണ്ട് തന്നെ ഈ കുറഞ്ഞ കാലം ജീവിക്കുന്ന ഈ ദുനിയാവിൻ്റെ വിജയത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് സമയം ചിലവഴിക്കാതെ നമ്മൾ കൂടുതൽ സമയവും നമ്മൾ ആഖിറത്തിന് വേണ്ടി ചിലവഴിക്കുക. ആഖിറത്തിന് വേണ്ടിയിട്ടുള്ള എല്ലാ അമലുകളും അല്ലാഹു സുബ്ഹാനഹു തആലക്ക് വേണ്ടി നമ്മൾ ചെയ്യുക. നമുക്കറിയാം, ഇന്ന് കാണുന്നവരെ നാളെ കാണുന്നില്ല. എത്രയോ ആളുകൾ നമുക്ക് വേണ്ടപ്പെട്ടവരും അല്ലാത്തവരുമായിട്ട് എത്രയോ ആളുകൾ മരണപ്പെട്ടു പോയി. അപ്പോൾ ദുനിയാവിലെ നമ്മുടെ ജീവിതം ഇന്നോ നാളെയോ ആയിട്ട് തീരുന്നതാണ്. എന്നാൽ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതം ആഖിറത്തിലാണ് ശരിക്കും നമ്മുടെ ജീവിതം. അവിടെ മരണമില്ല. അവിടേക്ക് വേണ്ടിയാണ് നമ്മൾ കൂടുതൽ സമയം ചെലവഴിച്ച് അവിടുത്തെ വിജയത്തിന് ആവശ്യമായ കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത്. എന്നാൽ ദുനിയാവിലെ നമ്മുടെ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും സ്വപ്നങ്ങളുമൊക്കെ നമ്മൾ നല്ല ഹലാലായ മാർഗത്തിലൂടെ ചെയ്താൽ അത് നമുക്ക് ദുനിയാവിലും ഗുണം ചെയ്യും. അതുപോലെ തന്നെ ആഖിറത്തിൽ അത് വലിയ കൂലിയായി അത് നമുക്ക് ഇരട്ടിയായി കിട്ടുന്നതുമാണ്. അത് ഇനി നമ്മൾ ദുനിയാവിൽ ധാരാളം സമ്പത്ത് നമ്മൾ ഉണ്ടാക്കുകയാണെങ്കിലും, അതുപോലെ തന്നെ നമ്മളൊരു വീടുണ്ടാക്കുകയാണെങ്കിലും, നമ്മുടെ കുട്ടികളാണെങ്കിലും, നമ്മുടെ കുടുംബമാണെങ്കിലും, നമ്മുടെ എല്ലാ കാര്യങ്ങളും, നമ്മുടെ എല്ലാ സന്തോഷമുള്ള കാര്യങ്ങളും ആരെയും പറ്റിക്കാതെ, ആരെയും വിഷമിപ്പിക്കാതെ, പലിശ വാങ്ങാതെ ഇസ്ലാമിൻ്റെ രീതിയിൽ നമ്മൾ ഹലാലായ മാർഗത്തിലൂടെ നമ്മൾ സമ്പത്ത് ഉണ്ടാക്കിയാലും, എന്ത് തന്നെ നമ്മുടെ സന്തോഷത്തിനാവശ്യമായ എന്ത് കാര്യങ്ങൾ ചെയ്താലും അത് നമുക്ക് ദുനിയാവിലും ഗുണം ചെയ്യും. അതുപോലെ തന്നെ നമ്മുടെ ആഖിറത്തിലും നമുക്ക് വലിയ രീതിയിൽ ഗുണം ചെയ്യുന്ന കാര്യമാണ്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞു തരുന്ന കാര്യങ്ങൾ നിങ്ങൾ ജീവിതത്തിൽ പതിവാക്കിയാൽ അത് നിങ്ങൾക്ക് ദുനിയാവിലും ഗുണം ചെയ്യും. അതുപോലെ തന്നെ പരലോകത്തിലും നമുക്ക് വലിയ രീതിയിൽ ഗുണം ചെയ്യുന്ന കാര്യമാണ്. അപ്പോൾ ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. സുബഹി നിസ്കാരങ്ങൾക്ക് ശേഷം നമ്മൾ ചൊല്ലുന്ന ദിക്റുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു തആല വലിയ രീതിയിൽ ഫലം ചെയ്യുന്ന ഒരു കാര്യമാണ്. അതായത് സുബഹിക്ക് ശേഷം നമ്മൾ സൂറത്തുകൾ ഓതിയിട്ടും ദിക്റ് ചൊല്ലിയിട്ടും അള്ളാഹുവിനോട് ദുആ ചെയ്താൽ അല്ലാഹു സുബ്ഹാനഹു തആല ആ പ്രാർത്ഥനയ്ക്ക് പെട്ടെന്ന് ഉത്തരം നൽകുന്നതാണ്. സുബഹിക്ക് ശേഷം നമ്മൾ ചൊല്ലിയാൽ പെട്ടെന്ന് ഫലം കിട്ടുന്ന ധാരാളം ദിക്റുകളും ദുആകളും സലാത്തുകളുമൊക്കെയുണ്ട്. എന്നാൽ അതിൽ നിന്നൊക്കെയും പ്രധാനപ്പെട്ട നമ്മുടെ ഹലാലായ ആവശ്യങ്ങൾ പെട്ടെന്ന് നിറവേറ്റിയെടുക്കുവാൻ പറ്റിയ, നമ്മുടെ ജീവിതത്തിൽ തന്നെ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കുന്ന, പെട്ടെന്ന് ഇജാബത്ത് കിട്ടുന്ന 9 കാര്യങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. മഹാനായ ഖിളിർ നബി അലൈഹിസ്സലാം പഠിപ്പിച്ചു തന്ന കാര്യമാണ് ഇത്.
ഇത് നമ്മൾ സുബഹിക്ക് സൂര്യൻ ഉദിക്കുന്നതിൻ്റെ മുൻപായിട്ടാണ് നമ്മൾ ഇത് പതിവാക്കേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്നാണ് ഖിളർ നബി അലൈഹിസ്സലാം ഇത് പഠിച്ചെടുത്തത്. ഈ 9 കാര്യങ്ങൾ ആരെങ്കിലും അവൻ്റെ ജീവിതത്തിൽ പതിവാക്കിയാൽ അവൻ്റെ എല്ലാ കാര്യങ്ങളിലും ബറക്കത്തുണ്ടാകും. മാത്രമല്ല അവൻ്റെ എല്ലാ കാര്യങ്ങളും അവൻ ഉദ്ദേശിച്ചതുപോലെ അല്ലാഹു സുബ്ഹാനഹു തആല അവന് നിറവേറ്റിക്കൊടുക്കുന്നതുമാണ്. അതായത് അവൻ്റെ ജീവിതത്തിൽ സാമ്പത്തികമായിട്ട് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകില്ല. മാത്രമല്ല ശാരീരികമായിട്ടും മാനസികമായിട്ടും ഒരു പ്രയാസവും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകില്ല. എല്ലാത്തിൽ നിന്നും അല്ലാഹു സുബ്ഹാനഹു തആല അവനെ രക്ഷപ്പെടുത്തുന്നതാണ്. അത് അവൻ്റെ ജോലിയിൽ, അവൻ്റെ ബിസിനസ്സിൽ, അവൻ്റെ കൃഷിയിൽ, അവൻ്റെ എല്ലാ പ്രവൃത്തികളിലും, അതുപോലെ തന്നെ അവൻ്റെ കുടുംബത്തിൽ, അവൻ്റെ ഭാര്യ മക്കളിൽ എല്ലാത്തിലും അല്ലാഹു സുബ്ഹാനഹു തആല ബറക്കത്ത് ചെയ്യുകയും അതിൽ വിജയം മാത്രം ഉണ്ടാവുകയും ചെയ്യും. ഞാൻ 9 കാര്യങ്ങളാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അത് നിങ്ങൾ ഓരോന്നും 7 പ്രാവശ്യം വീതം ചൊല്ലണം. ആദ്യമായി നമ്മൾ ചൊല്ലേണ്ടത് ഫാത്തിഹ 7 പ്രാവശ്യം ഓതുക. രണ്ടാമതായിട്ട് ഇഖ്ലാസ് 7 പ്രാവശ്യം ഓതുക. മൂന്നാമതായിട്ട് സൂറത്തുൽ ഫലക്ക് 7 പ്രാവശ്യം ഓതുക. കുൽ അഊദു ബിറബ്ബിൽ ഫലക്ക് എന്ന സൂറത്ത് 7 പ്രാവശ്യം ഓതുക. അതുപോലെ തന്നെ നാലാമതായിട്ട് സൂറത്തു നാസ് 7 പ്രാവശ്യം ഓതുക. അഞ്ചാമതായിട്ട് സൂറത്തുൽ കാഫിറൂൻ 7 പ്രാവശ്യം ഓതുക. അതുപോലെ തന്നെ ആറാമതായിട്ട് ആയത്തുൽ കുർസി 7 പ്രാവശ്യം ഓതുക. അതുപോലെ തന്നെ ഏഴാമത് സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ, ഇതും 7 പ്രാവശ്യം ചൊല്ലുക. എട്ടാമതായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിലും കുടുംബത്തിൻ്റെ പേരിലും സ്വലാത്ത് ചൊല്ലുക. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലിം, ഇതും 7 പ്രാവശ്യം ചൊല്ലുക. ഒൻപതാമത്തേത് സ്വന്തം തടിക്ക് വേണ്ടി പൊറുക്കലിന് ചോദിക്കുക. അതുപോലെ തന്നെ മാതാപിതാക്കൾക്ക് വേണ്ടിയും പൊറുക്കലിന് ചോദിക്കുക. മുഅ്മിനീങ്ങളായ ആണുങ്ങൾക്ക് വേണ്ടിയും മുഅ്മിനീങ്ങളായ പെണ്ണുങ്ങൾക്ക് വേണ്ടിയിട്ടും പൊറുക്കലിന് ചോദിക്കുക. അല്ലാഹുമ്മ അഗ്ഫിർലി വലി വാലിദയ്യ വലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്, ഇതും 7 പ്രാവശ്യം ചൊല്ലുക. അപ്പോൾ ഈ 9 കാര്യങ്ങളും എല്ലാ ദിവസവും നിങ്ങൾ സുബഹി നിസ്കാരത്തിന് ശേഷം, സുബഹിക്ക് ശേഷം നിങ്ങൾ ഓരോന്നും 7 പ്രാവശ്യം വീതം ചൊല്ലുക. മഹാനായ ഖിളർ നബി അലൈഹിസ്സലാം ഈ കാര്യങ്ങൾ ഇബ്രാഹിം തൈബി തങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കുകയും അത് കാരണം ഇബ്രാഹിം തൈബി തങ്ങൾ അത് ജീവിതത്തിൽ പതിവാക്കുകയും അദ്ദേഹം സ്വർഗത്തിൽ പ്രവേശിക്കുന്നത് സ്വപ്നത്തിൽ കാണുകയും ചെയ്തു. മാത്രമല്ല സ്വർഗത്തിലെ മലക്കുകളെയും കണ്ടു, അമ്പിയാക്കളെയും കണ്ടു. അവിടുത്തെ ഭക്ഷണവും ഇബ്രാഹിം തൈബി തങ്ങൾ കഴിക്കുന്നതും അദ്ദേഹം സ്വപ്നത്തിൽ കണ്ടു. എന്നതിൻ്റെ ശേഷം അദ്ദേഹം 4 മാസത്തോളം ഭക്ഷണം കഴിച്ചിട്ടില്ല. ഭക്ഷണം അദ്ദേഹത്തിന് ആവശ്യമായി വന്നിട്ടില്ല. അപ്പോൾ അത്രക്കും വലിയ പവർഫുള്ളായ, ഒരുപാട് ശ്രേഷ്ഠതയുള്ള, ഒരുപാട് ഗുണങ്ങൾ ഉള്ള അദ്കാറുകളാണ് ഇത്. അപ്പോൾ നിങ്ങൾ ഇത് എല്ലാ ദിവസവും സുബഹിക്ക് ശേഷം പതിവാക്കിയാൽ സാമ്പത്തികമായിട്ടും ശാരീരികമായിട്ടും മാനസികമായിട്ടും ഒക്കെ അല്ലാഹു സുബ്ഹാനഹു തആല നമുക്ക് വലിയ വിജയം നൽകുന്നതാണ്. ജീവിതത്തിൽ എവിടെയും നമ്മൾ കുടുങ്ങൂല. തൊട്ടതിലെല്ലാം നമുക്ക് വിജയം മാത്രമേ ഉണ്ടാവുകയുള്ളൂ. നമ്മൾ എന്ത് തുടങ്ങിയാലും അതിൽ വിജയം ഉണ്ടാവുകയുള്ളൂ, പരാജയം ഉണ്ടാകില്ല. ഒരു ടെൻഷനും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകില്ല. എല്ലാ രോഗങ്ങളെ തൊട്ടും അല്ലാഹു സുബ്ഹാനഹു തആല നമ്മെ കാക്കും. അതുപോലെ തന്നെ എല്ലാ ആപത്തുകളിൽ നിന്നും മുസീബത്തുകളിൽ നിന്നും പൈശാചികമായിട്ടുള്ള എല്ലാ ഇടങ്ങേറുകളിൽ നിന്നും അല്ലാഹു സുബ്ഹാനഹു തആല നമ്മെ കാക്കും. മാത്രമല്ല എല്ലാ സമയത്തും അല്ലാഹുവിൻ്റെ കാവൽ നമുക്ക് ഉണ്ടാവുകയും ചെയ്യും. അല്ലാഹു സുബ്ഹാനഹു തആല നമുക്കെല്ലാവർക്കും ഈ ദിക്റുകളും ഈ സൂറത്തുകളും ജീവിതത്തിൽ പതിവാക്കാൻ അല്ലാഹു തൗഫീക്ക് ചെയ്യട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.